ആ പോസ്റ്റിന് തൊട്ട് ഇപ്പുറമാണ് വയലാണിത്. മനോഹരമായൊരു കാഴ്ചയാണ്. മൊത്തം വെള്ളമാണ് വയലിനകത്ത്. ഈ പരിസര പ്രദേശം ഇവർക്ക് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഈ മഴ കാരണം എല്ലാം ഉണർവ് വന്നു, നല്ല പച്ചപ്പ് വന്നു, നല്ലൊരു അന്തരീക്ഷമാണ്. അതുപോലെ തന്നെ ഇവിടെ ചൂടില്ല, വെയിലില്ലാത്ത സമയത്ത് ഇവിടെ വന്നിരിക്കാനും കാറ്റ് കൊള്ളാനും ചുറ്റും വയലായത് കാരണം നല്ല കാറ്റോട്ടം ഉണ്ടാവും. മനോഹരമായിട്ട് നമുക്കൊരു ടെൻഷൻ ഫ്രീ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഉള്ള ടെൻഷനൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തിരിച്ചു പോകാം. പിള്ളേരിവിടെ ചൂണ്ടയിടുന്നുണ്ട്. നല്ലൊരു വഴിയാണിത്. റോഡാണ് അങ്ങോട്ട് പോകുന്നത്. നേരെ ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോയാൽ നേരെ നമുക്ക് അത്താണിക്കൽ, അയ്യായ, പിന്നെ വരത്തൂർ ആ ഭാഗത്തേക്കൊക്കെ എത്തും ഈ റോഡ്. ഇങ്ങോട്ട് പടിഞ്ഞാട്ട് പോയാൽ ചെമ്പറങ്ങാടിയിലേക്കും എത്തും. മൊത്തം വയലാണ്. അതിനകത്ത് ചെറുതായിട്ട് വെള്ളം കിടപ്പുണ്ട്. പക്ഷെ ഇതിനകത്തൊക്കെ മീൻ കാണും, നല്ലപോലെ മീൻ കാണും. വെള്ളം കയറി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മീനും കയറി വരും. പക്ഷെ ഇവിടുന്ന് നമുക്ക് തിരിച്ചു പോരാൻ മനസ്സ് വരുന്നില്ല. കാരണം ഈ ഭംഗി കണ്ടിട്ട് അത്രക്കും നമുക്കിവിടെ ഇരിക്കാൻ തന്നെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പ് നടത്തി നോക്കിയതാണ്. ഇവിടെ നമ്മുടെ സ്കൂട്ടിയാണ് വരുന്നത്, നമ്മൾ തന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ നിറച്ച് ഈ യുവാക്കളാണ് കൂടുതലുമായിട്ടുള്ളത്. ഇവിടെ ഒരു സ്കൂട്ടി അതുപോലെ തന്നെ ബൈക്കൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. നമുക്കിവിടെ ഓടിച്ചാൽ നമുക്ക് മതി വരികയില്ല, പിന്നെയും ഓടിക്കണം എന്ന് നമുക്ക് തോന്നിപ്പോകും. രണ്ട് ഗ്രാമീണ വ്യക്തികൾ വരുന്നുണ്ട്. അവരുടെ പുറകിലായിട്ടാണ് നമ്മൾ അടുത്ത ട്രിപ്പായിട്ട് വരുന്നത്. ഇത് നമ്മളെ അടുത്ത സ്ഥലം. അതിൻ്റെ തൊട്ടടുത്ത് ഏതാണ്ട് വയൽ തന്നെയാണ്. ഇവിടെയും വെള്ളം മൊത്തത്തിൽ കയറി കിടപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിപ്പോൾ സ്കൂട്ടി ഓടിച്ച ഈ റോഡെല്ലാം മൂടിയിട്ടുണ്ടായിരുന്നു. മൂടിയിട്ട് നമ്മളെ ഏകദേശം ഒരു മുട്ട് വരെ വെള്ളം റോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു അനുമാനിക്കാൻ പറ്റും എത്ര കണ്ട് വെള്ളം കയറിയിട്ടുണ്ട് എന്ന്. കഴിഞ്ഞ പ്രാവശ്യം, ഈ പ്രാവശ്യമല്ല. ഇപ്പോൾ റോഡ് പോയിട്ട് പാടത്തുനിന്ന് തന്നെ നേരെ ഇങ്ങോട്ട് വെള്ളം കയറിയിട്ടില്ല. അപ്പോൾ മഴ കിട്ടിയിട്ടില്ല, കുറവാണ്. പിന്നെ എല്ലാ ഭാഗത്തു നിന്നുള്ള വെള്ളം ഈ ഭാഗത്തേക്ക് തള്ളി വരും. തന്നെയല്ല, തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പുഴ ഒരു സൈഡിൽ കൂടി ഒഴുകുകയാണ്. അതിൻ്റെ വെള്ളം ഇങ്ങോട്ട് കയറും. അങ്ങനെ അവിടെ വെള്ളക്കെട്ട് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട അരീക്കാട് ചോരയിൽ നിന്നും കുളം നിറഞ്ഞ് ഒഴുകി വരുന്ന വെള്ളമാണ്. ഈ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു ഗ്രാമീണ റോഡുണ്ട്, ഒരു ഓഫ് റോഡ്. അതിനകത്തു കൂടി നേരെ ഒഴുകി പോവുകയാണ്. നല്ല ഒഴുക്കാണ്, നമ്മൾ കാണുന്ന പോലെ ഒരു നല്ല ഒഴുക്കാണ്. ഇതാണ് ആ ഗ്രാമീണ റോഡ്. ഇത് നേരെ ആ നമ്മൾ നേരത്തെ കണ്ട ചോരയിൽ നിന്നും, അരീക്കാട് ചോരയിൽ നിന്നും ഓവർഫ്ലോറായിട്ട് വരുന്ന വെള്ളം ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ട് ഒഴുകി ഇതുവഴി അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ പോയിട്ട് പാടത്തേക്ക് പോയി ചേരും. അപ്പോൾ ഈ റോഡ് മൊത്തത്തിൽ പരന്ന് ഒഴുകുകയാണ്. എല്ലാ ഭാഗത്തും വെള്ളമുണ്ട്. കുറച്ച് വെള്ളമൊന്നുമല്ല, നല്ലപോലെ വെള്ളമുണ്ട്, നല്ല ഒഴുക്കുമാണ്. പക്ഷേ സ്കൂട്ടിയും മറ്റു വാഹനങ്ങളൊക്കെ ഇതുവഴി പോകുന്നവർ പോകുന്നുണ്ട്, വരുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പരന്ന് ഒഴുകുകയാണ്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളും ഒഴുക്കുകളും അതുപോലെ തന്നെ കുളവും മറ്റ് ജലാശയങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന റോഡുകൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപാടുണ്ട്. ഒന്നും രണ്ടുമല്ല, ഒരുപാട് ഭാഗം നമ്മുടെ ചുറ്റുഭാഗത്ത് തന്നെ ഒരുപാടുണ്ട്. പക്ഷേ അത് നല്ല മഴ പെയ്യുമ്പോഴേ ഇത്തരത്തിൽ നിറഞ്ഞൊഴുകുകയുള്ളൂ. അത് ഒഴുകുന്നതും നല്ല ശുദ്ധജലമാണ്. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അത് നമുക്ക് ഇനി പോയി നോക്കാം അടുത്തത് ഏതാണെന്നുള്ളത്. നമുക്ക് ഉടനെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കൂടെ കൂടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, സപ്പോർട്ട് തരണം. എങ്കിലും നമുക്കൊരു പ്രചോദനമാവുകയുള്ളൂ. ഈ വെള്ളത്തിൽ കൂടി സ്കൂട്ടി ഓടിക്കാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ പകരക്കുളം,
പകര റോഡ് സൈഡിലുള്ള കുളമാണ്. ഇതിനും പിള്ളേർ നല്ല എൻജോയിങ് ആണ്. ഇതും നമ്മൾ സ്കൂളിലുള്ള ദിവസം നോക്കി വന്നതാണ്. എങ്കിൽ സ്കൂളില്ലാത്ത ദിവസം ഇങ്ങോട്ട് എടുക്കാൻ പറ്റുകയില്ല, അത്രയും തിരക്കായിരിക്കും. പിള്ളേർ ചാട്ടം, ഓട്ടം, കുളിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതും വലിയൊരു കുളം. പിള്ളേർ ചാടിയിട്ട് കുളം കരങ്ങിയിട്ടുണ്ട്. അത്രക്കും ആളുകൾ ഇതിനകത്ത് ചാടിയിട്ട്. വെള്ളം നല്ല തെളിഞ്ഞ നീല നിറത്തിലുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള അതേ കളറിലുള്ള വെള്ളമായിരുന്നു. പടി ഇളകിയിട്ടുണ്ട്, അതാണ് ഇവർ ചാടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അടുത്ത് ഇനിയുണ്ട് നമുക്ക്, പിന്നെ നമ്മുടെ തൊട്ടടുത്ത് വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ. നമുക്കത് വീണ്ടും മറ്റൊരു സമയത്ത് വീണ്ടും കാണാം. നമ്മൾ കൂടെ കൂടുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.